ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ഇങ്ങെത്താറായി. കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനുവേണ്ടി വെമ്പുന്ന ഒരുപാട് പ്രണയിക്കുന്ന മനസ്സുകൾ അതിനുവേണ്ടി ഗിഫ്റ്റുകളും ഒരുപാട് കാര്യങ്ങളും ഒരുക്കി കാത്തിരിക്കുകയായിരിക്കാം. അയാളുടെ ഒരു നോട്ടത്തിന് വേണ്ടിയും അല്ലെന്നുണ്ടെങ്കിൽ അയാൾ ആ പ്രണയം സ്വീകരിക്കുന്നതും കാത്ത് അല്ലേ. അപ്പം നിങ്ങൾ എന്താണ് അവർക്ക് കൊടുക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്? ഒരു ചോക്ലേറ്റ്, അല്ലെ ടെഡി ബെയർ, അല്ലെന്നുണ്ടെങ്കിൽ പൂക്കൾ, ഇതൊക്കെയാണോ? ഇതൊക്കെ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് നമ്മൾ പരീക്ഷിച്ച കാര്യങ്ങളൊക്കെ ഒരു മാറി ഒന്ന് ചിന്തിച്ച് നിങ്ങൾ എന്തിനാണോ നിങ്ങൾ ഒരുമിക്കാൻ ആഗ്രഹിക്കുന്നത്? ഈ ജീവിതകാലം മൊത്തം അവരെ തൊട്ടിരിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ പ്രസൻസ് അറിയാനാണോ? വഴക്കിട്ടാലും സ്നേഹിച്ചാലും എല്ലാം അവരെപ്പോഴും കൂടെ ഉണ്ടാകണം എന്ന് വിചാരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉപഹാരം എന്താണെന്നറിയോ? അവർ ജനിച്ച നാട്ടിൽ തന്നെ, അവൾ ജനിച്ച നാട്ടിൽ തന്നെ അവളെ രാജകുമാരിയായിട്ട് വാഴ്ത്താൻ പറ്റുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ വളരുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പം നമുക്കറിയാം, ചിലപ്പം പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യങ്ങൾ ചിലപ്പം കാണത്തില്ലായിരിക്കും. പക്ഷെ നാളെ നിങ്ങൾ ഒരു 2 പേരും അല്ലെങ്കിൽ ഗൾഫിലൊക്കെ പോയി ജോലി ചെയ്തിട്ട് കുറച്ച് നാൾ ജോലി ചെയ്തിട്ട് ഇവിടെ വന്ന് ആ പ്രണയം മുമ്പോട്ട് കൊണ്ടുപോകാന്നൊക്കെ വിചാരിച്ചാൽ, അല്ലെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാലും പിന്നെ ആ ഒരു പ്രണയമൊന്നും കിട്ടത്തില്ല. കാരണം എന്താ അറിയോ? നമ്മളെപ്പോഴും പ്രണയത്തിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ജോലിയെ ബാധിക്കുന്നതാണ്, അല്ലയോ? അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ഒരുമിച്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജനിച്ച മണ്ണിൽ, നിങ്ങൾ ജീവിച്ച് വളർന്നത് എവിടെയാണോ, പ്രണയിച്ച് വളർന്നത് എവിടെയാണോ, അവിടെ തന്നെ നല്ലൊരു സിറ്റുവേഷനിൽ ഉണ്ടാക്കിയെടുക്കുക തന്നെയാണ് ഏറ്റവും നല്ല ഉപഹാരം അവർക്ക് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ എപ്പോഴും തൊട്ടിരിക്കാൻ പറ്റുന്നതും അവരെ ഒരു നിമിഷം പോലും മാറാതിരിക്കാനും അതിനുവേണ്ടിയല്ല നിങ്ങളിപ്പോൾ ഇത്രയും പ്രണയത്തിൻ്റെ വെമ്പൽ കൊള്ളുന്നതൊക്കെ. അപ്പോൾ എപ്പോഴും അവളെ രാജകുമാരിയാക്കി മാറ്റാൻ പറ്റുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ വളരുക. അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ രാജ്യത്തോട് സ്നേഹം അത് കൂടുതൽ കാണിക്കാൻ പറ്റുന്നതും അത് തന്നെയാണ്. കാരണം നമ്മുടെ രാജ്യത്ത്, നമ്മൾ ജനിച്ച രാജ്യത്തിന് വേണ്ടി നമ്മുടെ എഫേർട്ട് കൊടുക്കുന്നിടത്താണ് നമ്മുടെ രാജ്യത്തിനോടുള്ള സ്നേഹം ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പ്രണയിനിയോട് പ്രണയിക്കുന്നത് പോലെ തന്നെ രാജ്യത്തിനെയും നമുക്ക് പ്രണയിക്കാം. നമ്മൾ ഇവിടെ തന്നെ ജോലി ചെയ്ത് നമ്മുടെ രാജ്യം, നമ്മുടെ എഫേർട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി കൊടുത്ത് നമ്മുടെ പ്രണയിനിയെയും എപ്പോഴും കൂടെ നിർത്താൻ പറ്റുന്ന രീതിയിൽ ആക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് എല്ലാവരോടും പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമായിട്ടുള്ളത്. ചിന്തിച്ച് നോക്കിയേ.